ഒരു മാരേജ് റിസപ്ഷൻ നടക്കുകയാണ്. ന്യൂലി വെഡഡ് കപ്പിൾ അവിടെയുണ്ട്. അവിടെ തന്നെ 71 വർഷം കല്യാണം കഴിഞ്ഞ ദമ്പതിമാരുണ്ട്. അപ്പോൾ ആങ്കർ ഈ 71 വർഷം കല്യാണം കഴിഞ്ഞ ദമ്പതിമാരോട് ചോദിച്ചു, ഈ കല്യാണം കഴിഞ്ഞിട്ട് 1 മണിക്കൂറായിട്ടുള്ളവർ, ഇവർക്ക് എന്താണ് നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഉപദേശം? ഉടനെ ഭാര്യ പറഞ്ഞു, പേ അറ്റൻഷൻ ടു യുവർ വൗസ്. ഹസ്ബൻഡിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഹസ്ബൻഡ് പറഞ്ഞു, ഞാനിപ്പോഴും ഓർക്കുന്നത് കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ദിവസം തന്നെ എൻ്റെ ഭാര്യനോട് പറഞ്ഞൊരു കാര്യമാണ്. അവൾ എന്നോട് പറഞ്ഞു, ഇഫ് യു ഡു 50-50 നമുക്ക് അങ്ങേയറ്റം വരെ ജീവിക്കാൻ പറ്റൂ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ റെഡിയാണ്. അപ്പോൾ അവൾ ചോദിച്ചു, എന്താണെന്നറിയാമോ 50-50? ഇല്ല. അവൾ പറഞ്ഞു, യു വിൽ മേക്ക് മണി ആൻഡ് ഐ വിൽ സ്പെൻഡ് ഇറ്റ്. ബൈബിൾ ടീച്ചർ സാക് പുന്നൻ പറയുന്നൊരു കാര്യമുണ്ട്. ഒരു സ്ത്രീ അവളുടെ ഭർത്താവിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സ്നേഹമാണ്, ലവ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഭർത്താവ് എത്ര തവണ അവളോട് ഐ ലവ് യു പറയാൻ പറ്റും അത്ര തവണ പറയണം, അവളെ അഷ്യൂർ ചെയ്തുകൊണ്ടിരിക്കണം. ഇനി ഒരു പുരുഷൻ അവൻ്റെ ഭാര്യയിൽ നിന്ന് എന്താ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് അറിയാമോ? ഇറ്റ് ഈസ് നോട്ട് സെക്സ്, ഇറ്റ് ഈസ് റെസ്പെക്റ്റ്. ബഹുമാനമാണ്. അവന് വീഴ്ച ഉണ്ടാവും, പക്ഷെ ബഹുമാനത്തോടുകൂടി പെരുമാറുക. ഇങ്ങനെ ഈ ലവും റെസ്പെക്റ്റും ചേർത്ത് പിടിക്കുന്ന ഹസ്ബൻഡ് വൈഫ് റിലേഷൻ എന്നും നിലനിൽക്കും. ഇന്നത്തെ ഗോസ്പലിൽ ഈശോ പറയുന്നത് വിവാഹത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഒറിജിനൽ പ്ലാനിനെ കുറിച്ചാണ്. ദൈവത്തിൻ്റെ ഒറിജിനൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ സ്ത്രീയും പുരുഷനും ഒന്നാവുക, അവിടെ ശരീരം ഒന്നാവുക, അത് വേർപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒറിജിനൽ പ്ലാനിൽ കല്യാണത്തിൽ ഡിവോഴ്സ് ഇല്ല.